വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് പിടിയിലായിരിക്കുന്നു. വിവരങ്ങളുമായി VS അനു ചേരുകയാണ്. അനു, ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായിരിക്കുന്നത്? തുമ്പ സ്റ്റേഷൻ, തിരുവനന്തപുരത്ത് തന്നെ തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ബെയ്ലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഷാഡോ ടീം അംഗങ്ങൾ 2 ടീമുകളായി ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇയാൾ ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ അല്പസമയത്തിനകം വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നിർണായകമായ നീക്കം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ സംഭവം നടന്നതിനു ശേഷം ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം അവിടേക്ക് നമ്മുടെ ക്യാമറ സംഘങ്ങൾ എത്തുന്നതാണ്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടന്നതിനു ശേഷം ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പോലീസിന് നേരെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഈ അഭിഭാഷകയെ മർദ്ദിച്ച ശേഷം ഈ വക്കീൽ ഓഫീസിൽ നിന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്ന് ബാർ അസോസിയേഷൻ അഭിഭാഷകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഏർപ്പെടുത്തുകയും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതി അവിടെ നിന്ന് മുങ്ങുന്നത്. എന്നാൽ പിന്നീട് ഈ ദിവസങ്ങളിൽ, അതായത് ഈ പറയുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ബെയ്ലിൻ ദാസ് ഇടയുള്ള എല്ലാ ഇടങ്ങളിലും പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബെയ്ലിൻ ദാസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അനു, എപ്പോഴേക്കും നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയും? എപ്പോഴേക്കും ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും? ഇത്തരം തന്നെ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ക്യാമറ സംഘം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏതായാലും ഇത് വളരെ നിർണായകമായ ഒരു നീക്കം. പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു. കാരണം ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു പ്രതി എന്തുകൊണ്ട് പിടികൂടുന്നില്ല, പോലീസ് പിടികൂടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്കറിയാം, പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ബാർ അസോസിയേഷന്റെ പ്രവർത്തകർ, അഭിഭാഷകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പോലീസിനോട് കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു വക്കീൽ ഓഫീസിൽ നിന്ന് ഓഫീസിനകത്ത് കയറി പിടിക്കണ്ട എന്ന്, അതൊരു നാളെ ഒരു കീഴ്വഴക്കമായി മാറും. നാളെ ഏതെങ്കിലും കേസ് ഉൾപ്പെട്ട ഒരു പ്രതിക്ക് വക്കാലത്തുമായി ഒരു വക്കീൽ ഓഫീസിലേക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നതടക്കമുള്ള വിമർശനമാണ് ഇക്കാര്യത്തിൽ നേരത്തെ അഭിഭാഷകർ ഉയർത്തിയത്. ഏതായാലും അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പ്രതി ഒളിവിൽ പോയത്. പക്ഷേ പ്രതിയെ അല്പസമയം മുമ്പ് തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് നൽകാൻ കഴിയുന്നത്. ലക്ഷ്മി, അനു, ഈ പ്രതിയെ രക്ഷപ്പെടാൻ അഭിഭാഷകർ സഹായിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പ്രത്യേകിച്ചും വക്കീൽ ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യരുത് എന്ന ദുശാഠ്യം, അങ്ങനെ ഒരു ദുരഭിമാനം വക്കീലന്മാർ പുലർത്തിയത് കൊണ്ട് കൂടിയാണ് ഇയാൾക്ക് കൃത്യമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്, ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത്. ഇന്ന് ജാമ്യാപേക്ഷ പോലും അയാൾക്ക് നൽകാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും പോലീസിന്റെ ഈ നടപടി. പോലീസിനെതിരെ കൂടി വലിയ തോതിൽ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം അല്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ കൂടിയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നടപടി എന്ന് നമുക്ക് കരുതാമെന്ന് തോന്നുന്നു. അനു, തീർച്ചയായും ഈ പോലീസ് ഈ കാര്യത്തിൽ നമുക്ക് ആ സമയത്ത് പോലീസിനെ കുറ്റം പറയാൻ വേണ്ടി ഒരു പരിധിവരെ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, പല ഘട്ടങ്ങളിൽ ഈ അഭിഭാഷക സമൂഹവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള സംഘടനകൾ, അത് മാധ്യമപ്രവർത്തകരുമായും അതുകൂടാതെ തന്നെ പോലീസുമായിട്ടൊക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് തുനിഞ്ഞില്ല. ഇയാൾ അറസ്റ്റ് തൽക്കാലം ഈ ഓഫീസിനുള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടെടുത്തോടുകൂടി പിന്നീട് ഈ പെൺകുട്ടിയെ മെഡിക്കൽ എടുക്കാനടക്കം പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇയാൾ അവിടെ നിന്ന് ഒളിവിൽ പോകുന്നത്. ഏതായാലും പക്ഷെ ഇന്നലെയൊന്നും ഈ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ ഇപ്പൊ ശ്യാമലയുടെ ബന്ധുക്കൾ, അമ്മയടക്കം ഉള്ളവർ ഇക്കാര്യത്തിൽ പോലീസിനെതിരെ അവർക്ക് വിഷമമുണ്ട് എന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏതായാലും ഇതിൽ വളരെ ഈ വൈകിട്ടാണെങ്കിൽ 3 ദിവസമാണ് എങ്കിൽ കൂടി പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. അത് പോലീസിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ അവർക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ മാറ്റാൻ അവർക്ക് ഇതിലൂടെ കഴിയുന്നു. മാത്രമല്ല, ഇതിപ്പോൾ
ഈ കൈകൊണ്ടാണ് മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് സ്ത്രീത്വത്തെ അവമാനിക്കലാണ്. ഇതിൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പ്. ഇപ്പോൾ യഥാർത്ഥത്തിലും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഈ ബെയിലിദാസ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാറില്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷെ ഇവിടെ പോലീസ് വളരെ കൃത്യമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോലീസും കടന്നിരിക്കുന്നു. ലക്ഷ്മി, ഒരുപക്ഷെ കോടതിയിൽ നിന്ന് പോലും വിമർശനം ഏൽക്കാവുന്ന ഒരു കേസാണ്. ഇത്രയും ക്രൂരമായി ഒരു സ്ത്രീയെ, ഒരു ജൂനിയർ അഭിഭാഷകയെ, സഹപ്രവർത്തകയെ ഒക്കെ മർദ്ദിച്ചിട്ട് ഒരാൾ കടന്നു കളയുക, അതിനുശേഷം ഒളിവിൽ കഴിയുക. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് ഈ വിഷയമെത്തിയാൽ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും പോലീസിന് വിമർശനം ഏൽക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ നടപടി ഏറെക്കുറെ ഒരു ആശ്വാസകരം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ആശ്വാസകരമായ നടപടി കൂടിയായി കാണേണ്ടി വരുമല്ലേ? തീർച്ചയായും പോലീസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ കർശനമായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യത്തിനായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് പ്രത്യേകിച്ച് സർക്കാർ വലിയ ഒരു കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു. കാരണം കുറ്റക്കാരനായ ഉദ്യോഗസ്ഥരുടെ നടപടി വേണം, അയാൾ അറസ്റ്റ് ചെയ്യണം എന്നൊരു നിലപാട് സർക്കാർ എടുത്തു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പോലീസും സമാനമായ രീതിയിൽ സാധാരണ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ, പക്ഷേ നാളെ ആ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രതിയെ സാധാരണ പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പി രാജീവ് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എത്തുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെടുകയും എല്ലാവിധ നിയമസഹായങ്ങളും നൽകാൻ അവരും പിന്തുണ പ്രഖ്യാപിച്ചു. അതായത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഈ പെൺകുട്ടിക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇക്കാര്യത്തിൽ പോലീസും ആ ഒരു കർശന നിലപാടിലേക്ക് വരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെങ്കിൽ കൂടി പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലക്ഷ്മി, തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി അഡ്വക്കേറ്റ് ബെയിലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നു.